അങ്ങനെ കുറെ നാൾക്ക് ശേഷം നമ്മൾ ഇന്ന് സിറ്റിയിലോട്ട് പോവുകയാണ്. അപ്പൊ കരുതി ഒരു ഡേ ഇൻ മൈ ലൈഫ് ഫുഡ് ആകാവുന്നത്. വീഡിയോ കാണുമ്പോൾ തന്നെ സ്ഥലം ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ. നമ്മൾ ഇന്ന് പോകുന്നത് ലുലു മാളിലേക്കാ. വെള്ളിയാഴ്ച ആയിട്ട് പോലും നല്ല തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ കാർ പാർക്ക് ചെയ്ത് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി. ക്രിസ്മസ് വരുന്നോണ്ട് തന്നെ എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ആദ്യം നമ്മൾ മെനക്കെട്ട് നടന്നത്. ഇവിടെ ആണെങ്കിലോ 299 375 വൈനുകൾ കൊണ്ട് ക്രിസ്മസ് ട്രീ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മില്ലറ്റ്സിനും ഓട്സിനും ചോക്കോസിനും ഒക്കെ തന്നെ 50% ഓഫർ. ഈ നൂഡിൽസിന്റെ റേറ്റ് വരുന്നത് 44 രൂപ. അതുപോലെ മാൽക്കിസ്റ്റ് 139. പിന്നെ ഡാർക്ക് ഫാന്റസി, കാൽബറി, ഗുഡ് ഡേ അങ്ങനെ ബിസ്ക്കറ്റുകളൊക്കെ ഒരുപാടെണ്ണം ഓഫറിലുണ്ടായിരുന്നു. 1 കിലോ മുളക് പൊടി 65 രൂപയ്ക്ക്. പിന്നെ നമ്മൾ ആച്ചിയുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടിയും വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നേരെ പോയത് ക്രിസ്മസ് സെക്ഷനിലേക്കാ. ഇത് കണ്ടില്ലേ, ക്രിസ്മസ് ഹാമ്പർ കളക്ഷനുകൾ ഒരുപാടുണ്ട് ഇവിടെ. അതും കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. വൈനും കേക്കും ചോക്ലേറ്റും ഒക്കെ ഉള്ളത്. പിന്നെ റെഡിമെയ്ഡ് പുൽക്കൂടുകളാണ് ഈ കാണുന്നത്. പുൽക്കൂടും ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ വേണ്ടി ഒരുപാട് ഓർണമെന്റൽ ആൻഡ് ഡെക്കറേറ്റീവ് ഐറ്റംസ്. പിന്നെ ക്രിസ്മസ് അടുക്കാറായല്ലോ, അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ലുലു മാളിൽ. അതും ഈ സെക്ഷനിൽ ഒരു ഇത്തിരി തിരക്ക് കൂടുതലായിരുന്നു. അങ്ങനെ അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി നേരെ നമ്മൾ പോയി നമ്മുടെ മെയിൻ സെക്ഷനായ ഫുഡ് സെക്ഷനിലോട്ടാ. അവിടെ കപ്പയും പുഴുക്കും ബീഫ് ഫ്രൈയും ബീഫ് കറിയും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആയിരുന്നു. പിന്നെ നമ്മൾ അതിൽ നിന്നൊരു ഐറ്റം പാഴ്സൽ എടുത്ത്. പിന്നെ ഇത് കണ്ടോ, ഒറിജിനാലിറ്റി കണ്ടോ ഓടി വന്നു. ഇലയോട് കൂടിയ ഇമ്പോർട്ടഡ് ബേബി മാൻഡ്രീൻ. പിന്നെ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ട. പിന്നെ തൊടരുതെന്നും പറഞ്ഞ ബാരിക്കേഡിനകത്ത് നമ്മൾ യൂറോപ്യൻ കൺട്രിയിലൊക്കെ കാണുമ്പോൾ സ്നോ വീണ് നടക്കുന്ന ഒരു വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കട്ട് ഫ്രൂട്ട്സും കട്ട് വെജിറ്റബിൾസും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലുലു മാൾ കണ്ടിട്ട് കുറെ നാളായി, ഏകദേശം 6 മാസം ആയിട്ടുണ്ടായിരിക്കും. ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടില്ലെന്നാണ് എന്റെ ഒരു ഓർമ്മ. പണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമായിരുന്നു. അങ്ങനെ ഒന്നും വാങ്ങിയില്ലെങ്കിലും ഓഫറിൽ എന്തെങ്കിലുമൊക്കെ ഐറ്റം ആണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആവശ്യമുള്ള സാധനമാണെങ്കിൽ ഇവിടുന്ന് വാങ്ങിയിട്ട് പോകായിരുന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ ഇറങ്ങാൻ ടൈം കിട്ടുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം. പിന്നെ ഇതൊക്കെ കുറെ സോസസും മയണൈസും ചട്നീസും ഒക്കെയാണ് വെച്ചേക്കുന്നത്. അതുപോലെ ഉപ്പിലിട്ടതും മുളകിലിട്ടതും ആയിട്ടുള്ള കുറെ ഐറ്റംസും. പിന്നെ 1 കിലോ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി 150 രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുഡിന്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് വീണ്ടും നമ്മൾ കറങ്ങി തിരിഞ്ഞത് ഇവിടെ തന്നെ കുറെ അധികം പ്ലം കേക്കുകളും വൈനുകളും ഒക്കെ വെച്ചിരിക്കുന്നത് ഈ ഒരു സെക്ഷനിൽ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്ലം കേക്കുകൾക്കൊക്കെ ഒരുപാട് ഓഫർ ഉണ്ട്. ലുലു മാളിന്റെ തന്നെ പ്രീമിയം പ്ലം കേക്കുകൾക്ക് അവർ തന്നെ കുറെ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളല്ലാതെ ചിലർ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു, അതൊക്കെ ബില്ല് ചെയ്യാം. അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി പാപ്ഡുവിന്റെ മെയിൻ സ്ഥലത്തോട്ടാണ് ഈ പോകുന്നത്. ഇതാണ് ലുലു മാളിൽ പാപ്ഡുവിന് ഏറ്റവും ഇഷ്ടമുള്ള മഫിൻ ഹൗസ്. ഇവിടെ വന്ന അവന് വേണ്ടത് ഈ ഐസ്ക്രീം. 40 രൂപയാണ് ഈ ഒരു ഐസ്ക്രീം റേറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ 3 ഐസ്ക്രീം വാങ്ങി. കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സങ്കടം തോന്നിട്ട് ജസ്റ്റ് ഒന്ന് നക്കാൻ കൊടുത്തത്. അവർക്ക് ഇതൊന്നും കൊടുക്കാറായില്ലല്ലോ. അവളുടെ ഉള്ളിലെങ്കിലും ചെല്ലുന്നില്ല, ഇങ്ങനെ പുറത്ത് പറ്റിയിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇവനാണ് താരം. ഇവന് വേണ്ട ഐറ്റം കൃത്യമായിട്ട് കണ്ടുപിടിച്ച് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും. അങ്ങനെ ഒരു ലുലു മാൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ വരുന്ന വഴിക്ക് നമുക്ക് തോന്നി ഒരു ചായയോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും കുടിച്ചാലോ. ഇപ്രാവശ്യം നമ്മളെ കയറി നമ്മുടെ കഴക്കൂട്ടത്തുള്ള ചായക്കാരിയിലായിരുന്നു. നല്ല രസമല്ലേ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കാണാൻ. ആംബിയൻസ് മാത്രമല്ല, അകത്തെ സീറ്റിംഗും എല്ലാം തന്നെ അടിപൊളിയാണ്. ഇവിടെ കുറെ അധികം സാധനങ്ങളുണ്ട്. രാമശ്ശേരി ഇഡ്ലീസും പിന്നെ ഇഡ്ലിയുടെയും ദോശയുടെ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഈ ഒരു ദോശ പറഞ്ഞു. നല്ല രസമുണ്ടല്ലേ ഇവരുടെ ഈ പ്രസന്റേഷൻ കാണാൻ. പിന്നെ ഞാൻ പറഞ്ഞത് ഈ മേക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഐസ്ഡ് ഫിൽറ്റർ കോഫി ആയിരുന്നു. ഞാൻ പറഞ്ഞെങ്കിലും ടേസ്റ്റ് ചെയ്തത് ഇവനാ. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ഫിൽറ്റർ കോഫിക്കകത്ത് ഐസ് ഇട്ട് കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇല്ലേ, അതാണ് എനിക്ക് തോന്നിയത്. പക്ഷെ സാധനം നല്ല. അടുത്തത് പ്രേച്ചേട്ടൻ പറഞ്ഞ ഫിൽറ്റർ കോഫിയാണ്. അതാ ഇങ്ങനെയാണ് ഇവർ പ്രസന്റ് ചെയ്യുന്നത്. ഇത് നല്ല ഓവർ മധുരം ഒന്നും ഇല്ലാതെ നല്ല ക്വാളിറ്റി കോഫി പൗഡർ ഒക്കെ ഇട്ടുണ്ടാക്കിയ ഒരു അടിപൊളി സാധനം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ദിവസത്തിന്റെ ഒരു ചെറിയ പാട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരുപാട് വീഡിയോസ് ആയിട്ട് കാണാം. ബൈ ഫ്രം പാപ്ഡൂസ് വ്ലോഗ് ആൻഡ് കാച്ച് യു ഓൺ നെക്സ്റ്റ് വീഡിയോ.